ബൈബിൾ വിഷൻ്റെ ഡിജിറ്റൽ മീഡിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഹിസ്റ്ററി ഓഫ് ചർച്ചസ് എന്ന പ്രോഗ്രാമിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പോയി നിൽക്കുന്നത് കല്ലിശ്ശേരി സെൻറ് മേരീസ് കാണിയ വലിയ പള്ളിയിലാണ്. മലങ്കര സുഖേന ഗാന അത്ഭുതാസനത്തിൻ്റെ 2ാമത്തെ ദേവാലയമാണ് കല്ലിശ്ശേരി സെൻറ് മേരീസ് കാണിയ വലിയ പള്ളി. മഴുക്കീറിലെ 30 വർഷം പഴക്കമുള്ള ദേവാലയം വെള്ളപ്പൊക്കത്ത് നശിച്ചു പോയതിനെ തുടർന്ന് കല്ലിശ്ശേരിയിലുള്ള ഗാനയക്കാർ സെൻറ് മേരീസ് പള്ളി സ്ഥാപിച്ചു. ദക്ഷിണ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് കല്ലിശ്ശേരി സെൻറ് മേരീസ് കാനായ വലിയ പള്ളി. AD 345 ചരിത്ര പ്രസിദ്ധമായ സിറിയൻ കുടിയേറ്റത്തിലൂടെ ഗാനയക്കാർ കൊണ്ടുവന്നതും ചിത്രകാരനായിരുന്ന വിശുദ്ധ ലൂക്കോസ് വരച്ച ദൈവമാതാവിൻ്റെ ഛായാചിത്രവും ദേവാലയത്തിലുണ്ട്. പള്ളിയുടെ ആറ്റുകടവിൽ നിന്ന് ലഭിച്ച കലക്കുരിശാണ് ഇത്. AD 345 എഡേസായിൽ നിന്നും 72 കുടുംബങ്ങളുമായി കൊടുങ്ങല്ലൂരിൽ കടന്നു വന്ന ഒറഹാം മോർ യോസേഫിനും മോർ ഗ്നായിത്തോമായിക്കും അവിടുത്തെ നാട്ടുപ്രമാണിയായ ചേരമാൻ പെരുമാൾ ചെപ്പേട് കൈമാറുന്നതിന് ചില ആവിഷ്കാരവും ദേവാലയത്തിലുണ്ട്. 1653 ജനുവരി 3-ാം തീയതി ഇട്ടുതൊമ്മൻ കത്തനാട് നേതൃത്വത്തിൽ നടന്ന കൂനങ്കൂർ സത്യത്തിൻ്റെ സ്മാരകമാണ് ഇത്. മലങ്കര സഭയുടെ വെളിനക്ഷത്രമായ ഇട്ടുതൊമ്മൻ കത്തനാർ ഈ ദേവാലയത്തിൻ്റെ ആദ്യത്തെ പ്രഥമ വികാരിയായിരുന്നു. അദ്ദേഹം ഈ പള്ളി ഇടവക്കാരനും കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയം കൂടിയാണ് ഇത്. 1659 അദ്ദേഹം നമ്മളിൽ നിന്നും കത്തസിൻ്റെ തിരികെ വാങ്ങിപ്പോയി. ഇനി നമുക്ക് ഈ ദേവാലയത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളതിൻ്റെ കുറച്ച് ഭാഗം പരിശോധിക്കാം. കല്ലിശ്ശേരിയിൽ പള്ളി പണിയാനുള്ള സമ്മതം എങ്ങനെ ലഭിച്ചു എന്നുള്ളതിന് ഒരു ചരിത്രമുണ്ട്. പള്ളി പണിയാനുള്ള അനുമതിക്കായി സമുദായ നേതാക്കൾ ആദ്യം പോയത് മുഴുവൻ ഭൂമിയുടെ നിയന്ത്രകനായ പ്രാദേശിക പ്രമാണിയെ കാണാനാണ്. അന്നത്തെ മൂത്തേടത്ത് വഞ്ചിപ്പുഴ മഠത്തിലെ തമ്പുരാൻ പ്രായപൂർത്തിയാകാത്തതിനാൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അമ്മയെ സമീപിക്കേണ്ടി വന്നു. തമ്പുരാട്ടിയോട് പള്ളി പണിയാനുള്ള വളപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ മിടുക്കിയായ തമ്പുരാട്ടി, അതായത് തമ്പുരാൻ്റെ അമ്മ, തനിക്ക് സ്വർണ്ണപ്പൊടി സമർപ്പിക്കുന്നവർക്ക് വളപ്പ് നൽകാമെന്ന് പറഞ്ഞു. സമുദായ നേതാക്കൾ സങ്കടത്തോടെ മടങ്ങി. എന്നാൽ അവർ വീണ്ടും തമ്പുരാട്ടിയുടെ മുമ്പാകെ ഈ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നേതാക്കളിൽ ഒരാളുടെ അമ്മ സ്വർണ്ണപ്പൊടി അടങ്ങിയ ഒരു പുൽക്കൂട തമ്പുരാട്ടിക്ക് നൽകിയത്. അങ്ങനെ നിർമ്മിച്ച പള്ളി വളപ്പിൻ്റെ പേരിൽ അറിയപ്പെട്ടു. പള്ളിക്ക് ചുറ്റുമുള്ള പ്രദേശം കല്ലിശ്ശേരിയായി മാറി. ഈ വളപ്പ് ഉമയാട്ടുകാരിയിലാണ്. അടുത്തുള്ള ഗ്രാമങ്ങൾ മഴുക്കീർ അപ്പ്, മഴുക്കീർ ഡൗൺ എന്നിവയാണ്. രാമങ്കേരി മുതൽ റാന്നി വരെയുള്ള 18 ഗ്രാമങ്ങൾ താമസിച്ചിരുന്ന ആളുകൾ ഈ പള്ളിയിൽ അംഗങ്ങളായിരുന്നു. ക്നാനായ സഭയുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന പുണ്യശ്ലോകനായ പരിശുദ്ധ ഏലിയാസ് ശ്രീ പാത്രിക്കീസ് ബാബയുടെ 1932 42 നമ്പർ കൽപ്പന പുറപ്പെടുവിച്ച ദേവാലയം എന്ന നിലയിൽ ക്നാനായ സഭാ ചരിത്രത്തിൽ ഈ ദേവാലയം എന്ന് സ്മരണീയമാണ്. ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചെങ്ങന്നൂരിലെ കല്ലിശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ കണ്ണീരോടെ അപേക്ഷിക്കുന്നവരെ പരിശുദ്ധ അമ്മ കൈവിടുകയില്ല. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന പെരുന്നാളും ഇട്ടുനോമ്പാചരണവും ഈ ദേവാലയത്തിൽ ആചരിക്കുന്നു.